പിഷാരടിയുടെ വേ ഓഫ് പുള്ളിനെ വെച്ചാൽ എല്ലാവരും ഒരു പ്യുവർ സ്റ്റോറി ടെല്ലറാണ് പിഷാരടി. നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു സാധനം സ്റ്റോറി ടെല്ലിംഗ്, ഷെയർ ദ സ്റ്റോറി. അതിന്റെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ സ്റ്റോറി വിൽ കണക്ട് അല്ലേ. അതെ, നമ്മൾ എത്രയോ, നമ്മുടെ ജീവിതം തന്നെ ഒരു സ്റ്റോറി അല്ലേ. നമ്മൾ എത്രയോ കഥകളാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ റാഷിദിൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും പലരുടെയും കഥകളാണ് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞു കുഞ്ഞേ കഥകൾ ചേർത്തതല്ല ജീവിതം. ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്കില്ലിനോട് കൂടി വളരെ മാരി ചെയ്ത് പോകേണ്ട ഒരു സ്കില്ലും തന്നെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ്. അല്ലെ, എങ്ങനെ ഒരു കാര്യം ഒരു കഥ പോലെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ. ഞാൻ പിഷാരടിയിൽ സ്റ്റക്ക് ചെയ്തേക്ക്. കാരണം പിഷാരടി ഒരു കഥ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെ, അത് അവസാനത്തെ ഒരു സസ്പെൻസിൽ നിർത്തത്തുള്ളൂ അല്ലെ. അതിനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി എൻഡ് ചെയ്യുന്നുള്ളതാണ് അല്ലേ. ഇഷ്ടമാണ്, കേട്ടിരിക്കാൻ രസമാണ്. അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ധന്യവർമ്മയുടെ ആ ഇമോഷൻസ് വെച്ചിട്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പം ഷെഫ് പിള്ളയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പുള്ളിക്കാരിയുടെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയായിട്ടുള്ള ഇൻ്റർവ്യൂവിലുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് ഇമോഷൻസ്. എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ആൻസേഴ്സിലും ഇമോഷൻസ് ഉണ്ട്. പുള്ളിക്കാരി ആ ഇമോഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധന്യവർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി, പുള്ളിക്കാരി അതിനെ ആ വേർഡിനെ ഇമോഷനായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് അതിന് വോക്കൽ കൊടുക്കും. ആ ഇമോഷൻ പുള്ളിക്കാരി ആ വേർഡിൽ കണക്ട് ചെയ്യുന്നതാണ്. ഫേസിയൽ എക്സ്പ്രഷൻ മാറും, ആ സൗണ്ട് ടോൺ മാറും അല്ലേ.